ഹലോ കൂട്ടുകാരെ, ഞാൻ കാത്തു. ഇതെൻ്റെ മോൻ കുട്ടൂസ്. എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടമായോ? ഞാനൊരു കഥ പറയട്ടെ, എൻ്റെ കഥ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പൂച്ച എന്ത് കഥ പറയാനെന്ന്. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി കേൾക്കണേ. ഞാൻ ജനിച്ചത് ഏതോ ഒരു ടൗണിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ അമ്മയും അച്ഛനെയും ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ജനിച്ചൊരു 2 മാസമായി കാണും. ഒരു ദിവസം ഞാൻ എങ്ങനെയോ ഒരു കാറിനുള്ളിൽ ബോണറ്റിൽ പെട്ടുപോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പെട്ടെന്നാണ് കാറിൻ്റെ ഉടമസ്ഥനായ മാമൻ കാർ സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടോ പോയത്. ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ ഉറക്കെ കരഞ്ഞു. എനിക്ക് കാറിനുള്ളിലെ ചൂട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ എൻ്റെ കരച്ചിൽ ആ മാമൻ കേട്ടില്ല. ഒരുപാടൊന്നും ദൂരത്തല്ലാതെ കാർ ഒരു വീട്ടിൽ ചെന്ന് നിന്നു. അപ്പോഴേക്കും കരഞ്ഞ് ഞാൻ ആകെ അവശനായിരുന്നു. എനിക്ക് കരയാൻ പോലും വയ്യാതായി. കാർ നിർത്തി മാമൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഞാൻ കാറിൻ്റെ ബോണറ്റിനുള്ളിൽ കുടുങ്ങിയതൊന്നും അപ്പോഴും മാമൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ കാറിനുള്ളിലെ ചൂടൊക്കെ കുറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ആൻറ്റി ഇറങ്ങി വരുന്നു. എവിടെയോ തവള കരയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി അവിടെയൊക്കെ നോക്കി കിടന്നപ്പോൾ മനസ്സിലായി ഇത് കാറിനുള്ളിൽ നിന്നാണ്. ആൻറ്റി അപ്പോൾ തന്നെ എന്നെ കൊണ്ടുവന്ന മാമനെയും അവിടുത്തെ ആൻറ്റിയെയും വിളിച്ചു. അവർ വന്നു കാറിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കിയപ്പോൾ എന്നെ കണ്ടു. എനിക്കാകെ പേടിയായി. അവരെല്ലാം കൂടി എന്നെ പുറത്തിറക്കാൻ നോക്കി. പക്ഷേ എനിക്ക് പേടി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അവസാനം അവർ ബോണറ്റ് തുറന്നിട്ടിട്ട് പോയി. അവിടുത്തെ ആൻറ്റി എനിക്കൊരു മീൻ കൊണ്ടു തന്നു. എല്ലാവരും പോയപ്പോൾ ഞാൻ ആ മീൻ കഴിച്ചു. അങ്ങനെ എൻ്റെ വിശപ്പ് ഒരുവിധം മാറി. ഞാൻ പതിയെ കാറിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ ഓടി. അപ്പോഴേക്കും രാത്രിയായിരുന്നു. ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള വലിയ പറമ്പിലെ കുറ്റിക്കാട്ടിൽ ഞാൻ ഒളിച്ചിരുന്നു. എൻ്റെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം.